എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, the Tower moment, Ace of Pentacles, Six of Swords, Seven of Wands, Strength card. ആദ്യം തന്നെ 10 of Cups എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസത്തിൽ ഒത്തിരി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്. കൂടുതൽ സന്തോഷപൂർണ്ണമായിട്ടുള്ള സാഹചര്യവും സമയമൊക്കെ ഫാമിലിയോടൊത്ത് ചിലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ 10 of Cups എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ, ഇപ്പോൾ ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രത്യേകിച്ച് ഡിവോഴ്സ് ലേൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാം, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും പക്വതയോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി വളരെ പക്വതയോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പൊതുവേ നല്ലൊരു രീതിയിൽ സിറ്റുവേഷൻസ് പോസിറ്റീവായിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് യാത്രകൾ പോകണം, കുടുംബമായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് യാത്ര പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എവിടേക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവിടെയൊന്നും ഇതുവരെ അടുത്തെങ്ങും പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കിട്ടുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളെപ്പോഴും സാധാരണ ഒരു ജീവിതം, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരു പരിധിയിൽ നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ആഗ്രഹങ്ങൾ സാധിക്കും. ഒത്തിരി വലിയ വലിയ സ്വപ്നങ്ങളാണെങ്കിൽ അതിന് ടൈം എടുത്ത് അതിലേക്ക് പോകാൻ കുറച്ചധികം ക്ഷമ ആവശ്യമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച്, അതായത് ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ വേണമെന്ന്. അതേസമയം തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തയാണ് അതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ ചിന്ത മാറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് എളുപ്പം നടക്കുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്, സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ അതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയും. കാരണം ഈ ഒരു മാസം എന്ന് വെച്ചാൽ ടവർ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ടവർ മൊമെൻറ്റ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ, ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ജീവിതം എങ്ങനെ റീബിൽഡ് ചെയ്യണം, ലൈഫ് പേർപ്പസ്, ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ ജീവിതം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സമയം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ തുടങ്ങിയിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് നിങ്ങളെത്തുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്തത്. നിങ്ങൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ എക്സസൈസ് കുറവുള്ള ഒരാളായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും ലൈഫിൽ മാറ്റം കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ളതിൻ്റെ തീരുമാനം എടുക്കുകയാണ്. ചില ആളുകൾ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആകുന്നുണ്ട്, സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആത്മസംഘർഷം അല്ലെങ്കിൽ സ്വയമുള്ളൊരു സംശയം ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ആത്മീയതയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടൊരു സെൽഫ് അക്സെപ്റ്റൻസ് അവിടെ വരികയാണ്. നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും ഉണ്ട്. അത് നമ്മുടെ നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റൂ.
പൊതുവെ ആളുകൾ ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് സൈഡ് ഒളിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഇല്ലയെന്ന് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതവിടെ ഉണ്ട്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് മാറാനായിട്ട്. അപ്പോൾ അതവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളത് മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച് മുന്നോട്ടേക്ക് പോയ ജീവിതം നിങ്ങൾക്ക് ശരിക്കും വഴിമുട്ടി നിൽക്കുന്നിടത്തു നിന്ന് തിരിച്ച് കരകയറാനുള്ള അവസരം തരുകയാണ്. അങ്ങനെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടൊരു പുതിയൊരു വർഷമാണെന്ന് പറയാം. പുതിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് പറയാം. അപ്പം ഇവിടെ ഒരു ഹോം സിക്നെസ് ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഹോം സിക്നെസ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റും, എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിമറിക്കുകയും അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി എന്ന് മാറുന്നതിലൂടെ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയും ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു. അതായത് നിങ്ങൾ മടി പിടിച്ച് എന്നുള്ളതല്ല, ഒരു ഭയത്തിൻ്റെ പുറത്തിരിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെ ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് മേഖല, കമ്പ്യൂട്ടേഴ്സ്, ടെക്നോളജി, ഇലക്ട്രോണിക്സ്, AI, എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധ്യതകൾ ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള പ്രൊഫഷൻ, വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള പ്രൊഫഷൻ, ഇപ്പോൾ എഡ്യൂക്കേഷൻ കൗൺസിലർ, കൺസൾട്ടൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലെക്ചറോ പ്രൊഫസറോ ഈവൻ റിസർച്ചർ, ആ ഒരു മേഖലയിൽ ജോലി സംബന്ധമായിട്ട് സാധ്യത കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നു. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ, അതായത് ഒരു കരിയർ, ഒരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ, ഇതിലേതെങ്കിലും ഒന്നോ അതെങ്കിൽ രണ്ടും കൂടെയോ നിങ്ങൾക്ക് ലൈഫിൽ നേടാൻ പറ്റുന്ന ഒരു സമയം ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 6 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ ലൈഫിൽ നേടാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് അതിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം, ഫെബ്രുവരി മാസം, ജനുവരിയിൽ നിങ്ങൾ ഓൾറെഡി പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, നിങ്ങളിപ്പോൾ ജനുവരിയിൽ സ്വപ്നം കണ്ടിട്ട് ഉണ്ട് എങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ആദ്യത്തെ ചുവട്ടുപടിയാണ് ഫെബ്രുവരിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു, ഒരു ജെൻറ്റിൽ സപ്പോർട്ട് ആ ഒരു പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗൈഡൻസ് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പരസഹായം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളാവാം, ഇപ്പോൾ ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. നല്ലൊരു വളർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്, നിങ്ങൾ പല കാര്യങ്ങളിലും കൂടുതൽ, ചില ആളുകൾ പുതിയ ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവം, ജേർണലിങ്ങിലേക്ക് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഡയറി എഴുതുന്നതോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഡയറി എഴുതുന്ന ഒരു രീതിയോ, അപ്പോൾ അങ്ങനത്തെ ഒരു സെൽഫ് എക്സ്പ്രഷനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പലതൊന്നും പുറത്ത് കിടക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. ആ നെഗറ്റിവിറ്റി ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങൾ, സ്ട്രെസ്സിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി താല്പര്യം പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല അമ്പലങ്ങളിലോ പള്ളികളിലോ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുന്നു. ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു, മനസ്സിനൊരു പീസ് ഓഫ് മൈൻഡ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആത്മധൈര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ ഓരോരുത്തരും നീട്ടിവെക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതായത് നേരത്തെ തന്നെ ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. കുറേ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക, എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതും കോൺട്രാക്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒത്തിരി ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനോ അത് ചെയ്യാനോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ പിന്നെ ഒത്തിരി ഇമെയിൽ മെസ്സേജസ് നിങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി തൃപ്തിയുള്ള സമയമാണ്. കാരണം പഠിക്കാനൊക്കെ താല്പര്യം ഉത്സാഹമൊക്കെ ഉള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.